ഹായ് ഗായ്സ്, ഇന്നിവിടെ ഉച്ചത്തേക്ക് കക്ക ഇറച്ചിയും പിന്നെ തെരച്ചി മീനുമാണ്. ഇത് രണ്ടും വൃത്തിയാക്കുന്നത് ചേട്ടനാണ്. ഇന്നത്തെ കക്ക ഇറച്ചി തോരൻ വയ്ക്കുന്നത് ഞാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കക്ക ഇറച്ചി തോരൻ വയ്ക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും ഞാൻ വീട്ടിലുള്ളവരൊന്നും ചോദിക്കില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ സ്വയമേ യൂട്യൂബ് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട അത് ഞാൻ ഉണ്ടാക്കും. ഞാൻ കടുക് വറുക്കാനായിട്ട് കൊച്ചുള്ളി ഇടാൻ മറന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ കൊച്ചുള്ളി ഇട്ടത്. ഇതെല്ലാം വാടിയതിന് ശേഷം സവാള ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സവാള വാടിയതിന് ശേഷം ഞാനിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇറച്ചി ഇട്ടു. ഈ കക്ക ഇറച്ചിയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് ഞവടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കക്ക ഇറച്ചി പൊതുവെ പെട്ടെന്ന് തന്നെ വെന്തോളും. എനിക്ക് കക്ക ഇറച്ചി വലിയ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് കണവ കൊഞ്ച് അതൊന്നും വലിയ ഇഷ്ടമല്ല. കക്ക ഇറച്ചി ഇവിടെ മുമ്പ് കക്ക ഇറച്ചി വെച്ച് കറിയൊക്കെ വയ്ക്കും. ഇതിനിടയ്ക്ക് ചേട്ടൻ പേരയ്ക്ക കണ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കക്ക ഇറച്ചി വേവുന്ന സമയത്ത് കുറച്ച് പേരയ്ക്കൊക്കെ തിന്നു. അതിനുശേഷം അരപ്പ് തയ്യാറാക്കി തേങ്ങയിട്ട് കുറച്ച് കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ ജീരകം, പിന്നെ പെരുംജീരകം. ഇതെല്ലാം ആ യൂട്യൂബ് ചാനലിൽ ആ കുട്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പക്ഷേ ഈ കൊട്ടത്തേങ്ങ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ കക്ക ഇറച്ചി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലോട്ടിടാം. പൊതുവേ ഞാൻ പാചകം ചെയ്യുന്നതിൽ എനിക്കിഷ്ടമല്ല. ഞാൻ പാചകം ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഞാൻ ഉണ്ടാക്കുന്ന മിക്ക കറികളും എനിക്കിഷ്ടമല്ല. ഈ തോരൻ അങ്ങനത്തെ ഐറ്റംസ് അല്ല, അല്ലാതെ വല്ല ഇപ്പോൾ കാപ്പികൾ ഉണ്ടാക്കുന്ന കറികളായാലും എനിക്കങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇന്നത്തെ കക്ക ഇറച്ചി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ തെരച്ചി മീനാണല്ലോ, മീൻ അമ്മയാണ് ഉണ്ടാക്കിയത് മീൻകറി. ഞാനതിന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അടുക്കള വൃത്തിയാക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ തെരച്ചി മീൻകറിയുണ്ട്, പിന്നെ വാഴത്തട വെച്ചിട്ടുള്ള തോരനുണ്ട്, പിന്നെ രാവിലത്തെ സാമ്പാറുണ്ട്, പിന്നെ കക്ക ഇറച്ചി തോരനുണ്ട്.